ഞാൻ അരുൺ. ഞാൻ ശ്രുതി. വോയിസ് ഓഫ് യുഡിഎമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പേഷ്യന്റ് മോണിറ്റർ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ മുന്നേ പല വീഡിയോകളിലും നമ്മൾ പേഷ്യന്റ് മോണിറ്ററുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു മോഡലാണ്, UMS A12 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് വരുന്നത്. ഇതാണ് നമുക്ക് മൾട്ടിപാര മോണിറ്റർ വരുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മോണിറ്റർ പൊതുവെ അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുക, അത് എത്ര ഡിസ്പ്ലേ, എത്രയാണ് സൈസ്, അതുപോലെ എത്ര പാരാമീറ്റർ ആണ്, അങ്ങനെയൊക്കെയാണ് ഇത് പറയാം. ഈ മെഷീനിൽ നമുക്ക് 12.1 ഇഞ്ച് തന്നെയാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. നമ്മൾ മുന്നേ പരിചയപ്പെട്ട മെഷീനുകൾക്കും സെയിം ഡിസ്പ്ലേ സൈസ് തന്നെയാണ് വരുന്നത്. അതിന്റെ ഒരു മോഡലിൽ നമ്മൾ ടച്ച് സ്ക്രീൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ടച്ച് സ്ക്രീൻ ഒന്നല്ല, 12.1 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. ഒരു 5 പാരാ മോണിറ്റർ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ECG, SpO2, NIBP, റെസ്പിറേഷൻ, ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റും പൾസ് റേറ്റും ഉണ്ട്. ഇതിനൊപ്പം എന്തൊക്കെ ആക്സസറീസ് വരുന്നുണ്ടെന്ന് നോക്കാം. പവർ കോഡ് വരുന്നുണ്ട്, പിന്നെ ഒരു SpO2 പ്രോബ്, അഡൽട്ടിന്റെ SpO2 പ്രോബ് ആണ് വരുന്നത്. NIBP കപ്പ്, NIBP അഡൽട്ടിന്റെ കപ്പാണ് മെഷീന്റെ ഒപ്പം വരുന്നത്. NIBP ഡോസ്, പിന്നെ 5 lead ECG ഉണ്ട്, ടെമ്പറേച്ചർ സെൻസർ. ഇത്രയാണ് മെഷീന്റെ ഒപ്പം വരുന്ന ആക്സസറീസ്. മെഷീന്റെ ഒപ്പം എല്ലാ ആക്സസറീസും വരുന്നത് അഡൽട്ടിന്റെ ആക്സസറീസ് ആണ് വരുന്നത്. നമുക്ക് മെഷീനിൽ അഡൽട്ടും പീഡിയാട്രിക്കും ന്യൂനാറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെഷീനിലെ ഫ്രണ്ടിൽ താഴെയിട്ട് ഓൺ ഓഫ് ബട്ടൺ കാണാം. പിന്നെ 2 LED ഇൻഡിക്കേഷൻസ്, ഒരെണ്ണം AC ഇൻഡിക്കേഷനും പിന്നെ പവർ ഇൻഡിക്കേഷനും ആണ് വരുന്നത്. അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് കീസ് വരുന്നുണ്ട്. ഒന്ന് സൈലന്റ് കീ വരുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് തന്നെ നമുക്ക് പോസ് കീ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഫ്രീസ് ബട്ടൺ ആണ്. ഫ്രീസ് ബട്ടൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ECGസിൽ എന്തെങ്കിലും അരിത്മിയാസോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഗ്രാഫ് ജസ്റ്റ് ഫ്രീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസ് ബട്ടൺ ഉപയോഗിക്കുന്നത്. അൺഫ്രീസ് ചെയ്യാനും ഈ ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുക. ഇവിടെ വരുന്നത് NIBPയുടെ ബട്ടണാണ്. NIBP നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഈ ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്നത് പ്രിൻ്ററിൻ്റെ ബട്ടണാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് മോണിറ്ററിൽ പ്രിൻ്റർ വരുന്നില്ല, ഓപ്ഷനിലാണ് പ്രിൻ്റർ വരുന്നത്. പിന്നെ ഇപ്പുറത്ത് വരുന്നത് നമുക്ക് മെയിൻ മെനുവിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് വരുന്നത്. പിന്നെ ഈ നോബ് വരുന്നത് നമ്മുടെ സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മെഷീനിൽ മോൾ ഭാഗത്തായിട്ട് അലാം ഇൻഡിക്കേഷൻ ഉണ്ട്, LED ഇൻഡിക്കേഷൻ. പിന്നെ മെഷീന്റെ സൈഡ് വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് കേബിളുകളൊക്കെ കണക്ട് ചെയ്യാനുള്ള ഭാഗം. നമുക്ക് ECGയുടെ കണക്ഷൻ വരുന്നുണ്ട്, NIBPയുടെ കണക്ഷൻ, SpO2, പിന്നെ ടെമ്പറേച്ചറിന്റെ 2 സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെഷീൻ്റെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പവർ സോക്കറ്റ് വരുന്നുണ്ട്. പവർ സോക്കറ്റിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഫ്യൂസിൻ്റെ സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് എർത്തിങ്ങിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. ഇവിടെ VGA സ്ലോട്ട് വരുന്നുണ്ട്. ഇവിടെ നെറ്റ് കണക്ഷനും അതുപോലെ തന്നെ USB സ്ലോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെഷീൻ ഇനി മോണിറ്റർ ഒന്ന് ഓണാക്കി നോക്കാം. ഓൺ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അപ്പോൾ മെഷീൻ ഓണായി വരും. ഓക്കെ, പേഷ്യൻ്റ് മോണിറ്ററിന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ടീമിൽ നിന്ന് കൈയെടുക്കാം. അപ്പോൾ പവർ ഓൺ ഇൻഡിക്കേഷൻ ഇവിടെ തെളിഞ്ഞു. നമുക്ക് ഇങ്ങനെയാണ് മെഷീൻ ഓൺ ആക്കുമ്പോൾ നമുക്ക് വരാം. ഇവിടെ നമുക്ക് ഹാർട്ട് റേറ്റ് ഇവിടെ ആയിട്ട് നമുക്ക് കാണിക്കും. ഇവിടെയായിട്ട് നമുക്ക് ECG വരുന്നുണ്ട്. ECG ലീഡ് 2ഉം ലീഡ് 1ഉം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്ലത്തസ്മോഗ്രാഫ്, ഇവിടെ റെസ്പിറേഷൻ്റെ ഗ്രാഫ് വരുന്നുണ്ട്. ഇവിടെ NIBP വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് SpO2 പൾസ് റേറ്റ്, പിന്നെ അതേപോലെ പെർഫ്യൂഷൻ ഇൻഡെക്സ്, ഇവിടെ പെർഫ്യൂഷൻ ഇൻഡെക്സ്, പിന്നെ റെസ്പിറേഷൻ്റെ റേറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ, ഡ്യുവൽ ടെമ്പറേച്ചറുകൾ ഇവിടെ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, അതുപോലെ മെഷീൻ്റെ മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ADU എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അഡൾട്ട് എന്നാണ് ഇത് കാണിക്കുന്നത്, പേഷ്യൻ്റ് അഡൾട്ട് എന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ജസ്റ്റ് ഇതിൽ സെറ്റിങ്സിലൊന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലിവിടെ സെറ്റിങ്സിൽ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് പേഷ്യൻ്റ് ടൈപ്പ് എടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് PD, ഇതിപ്പോൾ പീഡിയാട്രിക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ്റെ എല്ലാ സെറ്റിങ്സും ഓട്ടോമാറ്റിക്കായിട്ട് പീഡിയാട്രിക്കിലേക്ക് മാറും. ഇതൊന്നുകൂടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നിയോനാറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിയോ എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ്റെ എല്ലാ സെറ്റിങ്സുകളും നിയോനാറ്റലിലേക്ക് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഏത് പേഷ്യൻ്റ് ടൈപ്പ് ഏതാണെന്നുള്ളത് ഇവിടെ മുകളിൽ തന്നെ കാണിക്കും. NEO ഇപ്പോൾ നിയോനാറ്റലിൻ്റെ സെറ്റിങ്സിലാണ് കിടക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ഉള്ള പോലെ തന്നെ അഡൾട്ടിൻ്റെ സെറ്റിങ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ മാറ്റുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂനാറ്റലിലേക്ക് മാറ്റി, ഇപ്പോൾ അഡൾട്ട് അല്ല ന്യൂനാറ്റലിലേക്ക് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ്റെ എല്ലാ സെറ്റിങ്സും ന്യൂനാറ്റലിലേക്ക് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ NIBP എടുക്കുന്നതിൻ്റെ പ്രഷറിൻ്റെ റേഞ്ച് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യും. നമ്മൾ ഏത് പേഷ്യൻറ്റിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ പേഷ്യൻ്റ് ടൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് അലാം
എഴുതി കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ ECG ലീഡ് കണക്ട് ചെയ്തിട്ടില്ല, അതാണ് ECG ലീഡ് ഓഫ് എന്ന് എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെ SpO2 സെൻസർ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് SpO2 സെൻസർ നോ സെൻസർ എന്ന് എഴുതി കാണിക്കുന്നത്. അങ്ങനെ എന്ത് അലാം വന്നു കഴിഞ്ഞാലും മുകളിലായിട്ട് ഇവിടെ എഴുതി കാണിക്കും. പിന്നെ ഇവിടെ വരുന്നത് ഡേറ്റും ടൈമാണ് വരുന്നത്. ഇപ്പുറത്തായിട്ട് നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ECGയുടെ എന്തെങ്കിലും സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നോബ് തിരിച്ചിട്ട് ഇവിടെ ECGയിൽ കൊണ്ടുവന്ന് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ECGയുടെ സെറ്റിങ്സ് വന്നു. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ SpO2 ആണ് സെലക്ഷൻ നമുക്ക് എടുക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് SpO2ൻ്റെ എല്ലാ സെറ്റിങ്സും വന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ റെസ്പിറേഷൻ്റെ എല്ലാ സെറ്റിങ്സും ചേഞ്ച് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് മെഷീനിൽ. നമ്മൾ പേഷ്യൻറ്റിലേക്ക് എല്ലാ കേബിളുകളും കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ആണ് നമുക്ക് മെഷീനിൽ എല്ലാം ഡിസ്പ്ലേയിൽ വരാം. നമുക്ക് 2 ലീഡ് വരുന്നുണ്ട്, അതായത് പ്ലത്തസ്മോഗ്രാഫ്, റെസ്പിറേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഗ്രാഫ്, പിന്നെ ഇവിടെ BP കാണിക്കുന്നുണ്ട്, ഹാർട്ട് റേറ്റ് കാണിക്കുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇത് അല്ലാതെ ഇത് സ്റ്റാൻഡേർഡ് മോണിറ്ററിൻ്റെ ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് അല്ലാതെ നമുക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റുകൾ വരുന്നുണ്ട് ഈ മെഷീനിൻ്റെ അകത്ത്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് സ്ക്രീൻ, അതേപോലെ നെക്സ്റ്റ് സ്ക്രീൻ എന്ന് കിടക്കുന്നുണ്ട്. ഇതിലൊന്ന് ഞാൻ ഇപ്പോൾ നെക്സ്റ്റിലാണ് എടുക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ട്രെൻഡ് ഗ്രാഫാണ്. ഇവിടെ ട്രെൻഡ് ടേബിൾ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഗ്രാഫുകളൊന്ന് ചെറുതായി ഇങ്ങനെ ആയിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ അടുത്ത ഒരു ഫോർമാറ്റിലേക്ക് പോയി. ഇത് OxyCRG ഫോർമാറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് OxyCRG ഗ്രാഫ് വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ അടുത്ത ഫോർമാറ്റിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. നമ്മൾ ഈ കാർഡിയോളജി ICUയിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലിട്ടിട്ട് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ ലീഡ് ECGസും നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, പിന്നെ അടുത്തൊരു ഫോർമാറ്റ് വരുന്നത് ബിഗ് സ്ക്രീൻ ഫോർമാറ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻറ്റിൽ നിന്ന് കുറച്ച് അകലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റുകളൊക്കെ ഒന്ന് വലുതായി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഇത്. അപ്പോൾ ഗ്രാഫുകളൊക്കെ ECGയുടെ ആണെങ്കിലും ഗ്രാഫ്, പ്ലത്തസ്മോഗ്രാഫ് ആണെങ്കിലും റെസ്പിറേഷൻ്റെ ഗ്രാഫുകൾ ചെറുതായി ഡിജിറ്റുകളൊക്കെ വലുതായി ഈ ഒരു രീതിയിൽ നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോൾ സ്റ്റാൻഡേർഡ് സ്ക്രീനിലേക്ക് തന്നെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിതിൽ കേബിളുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഡെമോന്ന് നമുക്ക് പേഷ്യൻ്റ് കേബിളുകൾ കണക്ട് ചെയ്യാം. ഇവിടെ വരുന്നത് ECGയുടെ കേബിൾ കണക്ട് ചെയ്യുന്ന സ്ലോട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. ആ ഗ്യാപ്പ് നോക്കിയിട്ട് ഇവിടേക്ക് ഗ്യാപ്പ് വരാവുന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് SpO2 പ്രോബ് കണക്ട് ചെയ്യാം. SpO2 പ്രോബ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയായിട്ടൊരു ഗ്യാപ്പ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഇത് വരാവുന്ന രീതിയിൽ നമ്മൾ ഇവിടെ വരാവുന്ന രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി NIBP ഓസ് കണക്ട് ചെയ്യുമ്പോൾ NIBP ഓസിന് 2 സൈഡിലും വരുന്നത് 2 ഡിഫറെൻറ്റ് കണക്ടേഴ്സാണ് വരുന്നത്. ഈ ഭാഗം വരുന്നത് മെഷീനിലേക്കും ഇത് വരുന്നത് കഫിലേക്കാണ്. ഇത് ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ടെമ്പറേച്ചർ പ്രോബിൻ്റെ കണക്ടർ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു കണക്ടറാണ്. ഇത് നമുക്ക് ടെമ്പറേച്ചർ 1ലോ അതുപോലെ ടെമ്പറേച്ചർ 2ലോ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മൾ പ്രോബ് ഊരിയെടുക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഊരരുത്, നമ്മൾ ജസ്റ്റ് പുറകിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ NIBPയുടെ ഓസും ഊരിയെടുക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുക. ECG കേബിളും നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ തിരിക്കരുത്, ജസ്റ്റ് പുറകിലോട്ട് വലിച്ചെടുക്കാം. അതുപോലെ തന്നെ മെഷീൻ്റെ ഞാൻ പറഞ്ഞു ഓരോ പാരാമീറ്റേഴ്സിൻ്റെ സെറ്റിങ്സ് നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് സെറ്റിങ്സ് എടുക്കാം. ഞാൻ ജസ്റ്റ് NIBPയുടെ സെറ്റിങ്സിൽ വന്ന് കയറാണ്. NIBPയുടെ സെറ്റിങ്സിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മാനുവലിലാണ് എടുക്കുന്നത്. മാനുവൽ ആയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ NIBP ഈ കീ പ്രസ് ചെയ്തിട്ട് BP എടുക്കുന്നു അപ്പോൾ മാത്രം BP എടുക്കുള്ളൂ. നമുക്ക് ഇൻ്റർവെൽ ഓൺ ആക്കിയിടാൻ വേണ്ടി പറ്റും. നമുക്കിതിൽ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ 10 മിനിറ്റ് 15 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ അപ്പോൾ ഒരു ഉദാഹരണത്തിന് 30 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടം BP എടുത്തു കഴിഞ്ഞാൽ ഓരോ 30 മിനിറ്റ് കഴിയുമ്പോഴും മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് BP എടുത്തുകൊണ്ടിരിക്കും. ആ ഒരു സെറ്റിങ്സാണ് ഇത് വരുന്നത്. ഇത് ഓക്കെ, ഞാൻ അപ്പോൾ ഇത് പഴയ പോലെ തന്നെ മാനുവലിലേക്ക് തന്നെ ആക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ഇതിൻ്റെയൊക്കെ ഹൈ ലിമിറ്റ് ലോ ലിമിറ്റ് ഇപ്പോൾ നമുക്ക് ECGയുടെ ഇവിടെ നോക്കി നോക്കൂ. ECGയുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ECGയുടെ തൊട്ട് താഴെയായിട്ട് 120 50 എന്ന് കിടക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ 120 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈ ലിമിറ്റ് ഹാർട്ട് റേറ്റ് ഹൈ എന്നുള്ള അലാം വരും. 50 താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് റേറ്റ് ലോ എന്നുള്ള അലാം വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും അതുപോലെ തന്നെ ലിമിറ്റ് എത്രയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മെയിൻ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ താഴെയായിട്ട് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ
ഇവിടെ അലാം സെറ്റപ്പ് എന്ന് കണ്ടോ, ഈ അലാം സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും അലാമിൻ്റെ ഹൈ ലിമിറ്റും ലോ ലിമിറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വോളിയം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ, വോളിയത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വോളിയം നമുക്ക് അലാം വോളിയം, അതുപോലെ കീ വോളിയം, പൾസ് വോളിയം എല്ലാം നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്രത്തോളം വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഫ്രീസിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഡെമോ മോഡിലിട്ടിട്ട് ജസ്റ്റ് ഫ്രീസ് കാണിച്ചു തരാം, എങ്ങനെയാണ് ഫ്രീസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് ECG ഗ്രാഫുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും അരിത്മിയാസ് എന്തെങ്കിലും ഫീൽ ചെയ്തു, ജസ്റ്റ് ECG ഫ്രീസ് ആവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഫ്രീസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രാഫ് മൊത്തം ഫ്രീസായി. ഇപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഫ്രീസായി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രിം നോബ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഫ്രീസിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസ് ആവും. ഓക്കെ, അൺഫ്രീസ് ആവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മോണിറ്ററിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.